ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ പ്രമുഖ മലയാള മാധ്യമമായ മനോരമ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സും പുതിയ ഇൻവെസ്റ്റേഴ്സും തമ്മിൽ അഗ്രിമെന്റിൽ എത്തി എന്നുള്ള കാര്യം ഇന്നലെ ജില്ലീസ് സ്ഥിരീകരിച്ചിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് മനോരമ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതായത് ഒരു കൺസോർഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്തുള്ള ഒരു മലയാളി സംരംഭകൻ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അവരാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ഇപ്പോൾ അഗ്രിമെന്റിൽ എത്തിയിട്ടുള്ളത്. ഏകദേശം 120 കോടി രൂപക്കാണ് നിലവിലെ ഉടമസ്ഥരായ മാഗ്നം സ്പോർട്സ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പുതിയ ഉടമസ്ഥർക്ക് കൈമാറിയിട്ടുള്ളത്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വില അത് 120 കോടി രൂപയാണ്. ആദ്യം 150 കോടി രൂപയൊക്കെ മാഗ്നം സ്പോർട്സ് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് അത് 120 കോടി രൂപയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനി അവസാനത്തെ സ്റ്റെപ്പുകൾ അത് ഈ ആഴ്ചയോടുകൂടി പൂർത്തിയാകും എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വിദേശത്തുള്ള ഒരു മലയാളി സംരംഭകൻ ഉൾപ്പെടുന്ന ഒരു കൺസോർഷ്യമാണ്, ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കിയിട്ടുള്ളത്. അത് ആരാണ് എന്നുള്ളത് മനോരമ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം അത് പ്രമുഖ ഡോക്ടറായ ജംഷീർ വയലിലാണ് എന്ന റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രമുഖ വ്യവസായിയായ MA യൂസുഫ് അലിയുടെ മരുമകനാണ് ഡോക്ടർ ജംഷീർ വയലിൽ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗ്രൂപ്പാണ് VPS ഹെൽത്ത് കെയർ. അവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കിയത് എന്ന റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല. ഏതായാലും ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.